Hi guys, welcome back to another video from Bangkok, Thailand. എക്സൈറ്റഡ് അല്ലേ? ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. രാത്രി 8:45 ഇന്ന് രാത്രി 10:30 ഞങ്ങൾക്ക് ചാങ്മൈ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് മിഡിൽ ഓഫ് തായ്ലാൻഡ്. മിഡിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു സൗത്ത് പാർട്ട് ഓഫ് തായ്ലാൻഡിലാണ്. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് നോർത്ത് പാർട്ട് ഓഫ് തായ്ലാൻഡ്, ദാറ്റ് ഈസ് ചാങ്മൈ. അവിടുന്ന് ചാങ്റായ് അങ്ങനെയൊക്കെ പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ നമ്മളിന്ന് ട്രെയിൻ കയറിയിട്ടാണ് പോണത്. ആൻഡ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ഞങ്ങൾ പോണത് ഇവിടുത്തെ 3rd ക്ലാസ്സിലാണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, 3rd ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ലീപ്പർ ട്രെയിൻ ആയിരിക്കും. സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സംടൈം സ്ലീപ്പർ അല്ലെങ്കിൽ സിറ്റിംഗ് AC ആയിരിക്കും. 3rd ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ സെക്കൻഡ് ക്ലാസ് അല്ലേ, ജനറൽ ക്ലാസ് പോലെ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഇവനൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ വട്ടം ചാങ്മായിന്ന് ബാങ്കോക്ക് വരെ എങ്ങനെ വന്നിട്ടുണ്ട്, ഇരുന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വന്നത് ഈ ഒരു സ്റ്റേഷനിലല്ലായിരുന്നു. ഇന്ന് ഒരു എയർപോർട്ട് പോലെ സ്റ്റേഷനാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. കിടിലൻ സ്റ്റേഷൻ. ഇത് ബാങ്കോക്കിലുള്ള, ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് പേര് ഞങ്ങൾക്ക് കിട്ടാത്ത സ്റ്റേഷൻ്റെ പേര് ഞങ്ങൾ ഇവിടെ കൊടുത്തേക്കാം. അബിവാത്ത്. പക്ഷെ ഈ കുറുത്തേപ്പൊന്നും അയാൾ പറഞ്ഞില്ല, ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു. സോ ഇനി ഞങ്ങൾക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ട് ടൈം. ഇവിടുന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടേക്കായത് ഒരൊക്കെ എത്ര 270 ബാത്ത്, ഏകദേശം 1000 റുപ്യ. നമ്മളെ നാട്ടിലാണ് AC പോയിരുന്നു. 14 മണിക്കൂർ ജേണിയാണ് നമുക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ തായ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ മാതിരി ഒരുപാട് ട്രെയിൻ നെറ്റ്വർക്കൊന്നുമില്ല, കുറച്ച് നെറ്റ്വർക്കേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് പോകുന്നൊരു ട്രെയിൻ ഈ ഒരു സ്ഥലത്ത് മൊത്തം ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് എത്ര 4-5 ട്രെയിനാണ് ആ സ്ഥലത്തോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അത്രയും കുറഞ്ഞ ഡിസ്റ്റൻസൊക്കെ പോകുന്ന 14 മണിക്കൂർ യാത്രയുള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 10:30 കയറിയ നാളെ രാവിലെ ഉച്ചയ്ക്ക് എന്ന് പറയാം 11:40 ആകുമ്പോഴേ നമ്മളിവിടെ എത്തുള്ളൂ, ചാങ്മായിലെത്തുള്ളൂ. ഞങ്ങൾ ഇരുന്ന് ഒരു പരിവാവും. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ വന്നിറങ്ങിയ ടാക്സി അതാ അവിടെയുണ്ട്. പിന്നെ തായ്ലാൻഡ് വന്നിട്ട് നിങ്ങൾ ടാക്സി എടുക്കുമ്പോൾ ഓൾവേസ് റിമെമ്പർ വൺ തിങ്, ടാക്സി ബുക്ക് ചെയ്യുന്ന പൈസ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ കയറേണ്ടി വരും. അപ്പോൾ ടോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 148 നമ്മൾ ബുക്ക് ചെയ്തത്, പക്ഷേ ഈ മൊത്തം 200 കൊടുക്കേണ്ടി വരുന്നു. അതൊക്കെ തന്നെ. അപ്പോൾ നമ്മളെ ബാഗും ലഗേജൊക്കെ റെഡിയാണ്. ഇനി ഞങ്ങൾ ഉള്ളോട്ട് കയറട്ടെ. ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ട് നമ്മളെ ഇതിലുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ എടുക്കാം, അല്ലെങ്കിൽ സ്റ്റേഷനിലൊന്ന് എടുക്കാം. ഓക്കെ. സോ സ്ലീപ്പർ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിതെടുത്തത്. സ്ലീപ്പർ ഭയങ്കര റേറ്റ് ആട്ടെ, 1300, അതായത് ഏകദേശം 3000-4000 രൂപയില്ലേ. ഫ്ലൈറ്റ് എടുക്കുന്ന പൈസയായി. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. ദിസ് ഈസ് ലൈക്ക് ഇൻ്റർനാഷണൽ ഗൈസ്, ഇൻ്റർനാഷണൽ. കാരണം ഇതൊരു എയർപോർട്ടല്ല, റെയിൽവേ സ്റ്റേഷനാണ്. കിട്ടില്ല, കണ്ട കണ്ണ് കളിപ്പം. ഓക്കെ, വേറെ മാസ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. മാസ്ക് ഇടാനൊക്കെ കുഴപ്പമില്ല, മാസ്ക് ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷയമില്ല. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ കയറി വന്നാൽ അവിടെ കുറച്ച് എന്തുണ്ട്, കുറച്ച് കടകളല്ല, വെൻഡിങ് മെഷീൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിലോ പിടിക്കണമെങ്കിലോ. ഇതാ സ്റ്റേഷൻ മാപ്പ്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോ ഐഡിയ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ലെറ്റ്സ് ഗോ. ടിക്കറ്റ് എടുത്ത് കൈ പിടിക്കി. ചിയാങ്മായ് നമ്പർ 4. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം 270 രൂപയാണ്. സോ നമ്പർ 4 ലോങ് ഡിസ്റ്റൻസ് ട്രെയിനാണെന്ന് തോന്നുന്നു. നമ്പർ 4 ഇതൊരു ഇവിടുത്തെ ഏറ്റവും വലിയ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ കേട്ടോ. കാരണം 14 മണിക്കൂർ. ഇവിടെ രാവിലെ ഒരു ട്രെയിൻ ഉണ്ട് 7:50. അതിന് കയറുകയാണെങ്കിൽ നിങ്ങൾ വൈകിട്ട് 5:50 അവിടെ എത്തും. അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിൻ. അതിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് സീനറി മൊത്തം കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പോവാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരെ നമ്മളിങ്ങനെ ഇരിക്കണം. രാവിലെ നമുക്ക് സീനറിക്ക് ആസ്വദിച്ചിട്ട് പോകാം. പക്ഷേ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ടോയ്ലറ്റൊക്കെ കിടിലൻ ടോയ്ലറ്റുകളുണ്ട് ഉള്ളിൽ. അപ്പോൾ നമ്മൾ നേരെ നമ്പർ 4 പോയിട്ട് നമ്പർ 4 ലെഫ്റ്റൊക്കെ എടുത്ത് ഉള്ളോട്ട് പോകണം. അവിടെ ഒരു മനുഷ്യല്ലേ, എയർപോർട്ട് പോലെ ഉണ്ട്. നമ്മളതാണ് ലാസ്റ്റ് ട്രെയിൻ 10:30. അത് കഴിഞ്ഞാൽ ട്രെയിൻ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി വേറെ എവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന്. പക്ഷേ ഇതെന്തുവാടാ, അത് ഒരു മനുഷ്യക്കുഞ്ഞില്ല, പേടിയാവുന്നു. ഒറ്റക്കൊക്കെ വന്നാൽ പേടിച്ചു പോകും. എന്തോ അത് തൂക്കി ആരുമില്ല. ഒരു സൗണ്ട് കേട്ട് ആദ്യമായിട്ട്
ഒരു ഭാവി മുന്നിൽ കണ്ടിട്ട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഇത് ഇനി ഒരു 10, 20, 30 കൊല്ലത്തേക്ക് ഒരു സ്റ്റേഷൻ വേണ്ട എന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം കൂള്, അടിപൊളി സാധനം. അപ്പോൾ ഇല്ല ഗൈസ്, ടൈം എല്ലാ ടൈമിനും ട്രെയിനൊക്കെ ഉണ്ട്. രാവിലെ 3 മണിക്ക് ട്രെയിൻ ഉണ്ട്, 10:30. ഇതാ ചങ്ബൈ എക്സ്പ്രസ് 51 ചങ്മൈ ബി. അപ്പം ബി കേട്ടോ, ഡിപ്പാച്ചർ ഗേറ്റ് ബിയിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. കറക്റ്റ് എയർപോർട്ട്. ഗുഡ് ഗൈസ്, വെരി നൈസ്. ഇതാട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തതാണ്. അതായത് ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ നോക്കാം. ഓൺലൈൻ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 യൂറോ എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നെടുത്തത്. പിന്നെ ട്രെയിൻ ടിക്കറ്റ് ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ട്. ഇതാട്ടോ, ഇതൊക്കെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടേഴ്സാണ്. നിരന്ന് കിടക്കുന്നുണ്ടോ, ഇത്രയും കൗണ്ടേഴ്സ് ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് ആ ട്രെയിൻ ടിക്കറ്റ് എടുത്ത ഉച്ചക്ക്. നൈസ്. ഓ, ഇരിപ്പിടൊക്കെ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നൈസ് ഗൈസ്, നൈസ്. ഡിപ്പാച്ചർ ഗേറ്റ് ബി. നമ്മൾ ബി തപ്പിയിട്ടാണ് നടക്കുന്നത്. നമ്മളെ സ്റ്റേഷൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാവ്, ഇത്രയും വലിയ സ്റ്റേഷനാണ് നമുക്കുള്ളത്. ഓക്കെ, കിഡിലൻ. നമ്മളിപ്പോൾ അത് കയറി വന്നിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകാനുണ്ട്. കിഡിലൻ സ്റ്റേഷൻ. ഉള്ളോട്ട് കയറുന്നതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂടുക. കഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് കയറുന്നതിനനുസരിച്ചുണ്ട് കേട്ടോ. നൈസ് ഗൈസ്, നൈസ്. ബി എന്നുള്ള ബോർഡ് കറക്റ്റ് കാണാണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി നടക്കാം. കിഡിലൻ സ്റ്റേഷൻ. ഇറ്റ്സ് ഫീൽ ലൈക്ക് എയർപോർട്ട് ഗൈസ്, എയർപോർട്ട്. ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചതാണ്, ഇവൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ്റെ ഒരു ഫുഡ് ഞാൻ ഇവിടുന്ന് മേടിക്കട്ടെ. ഓക്കെ ഓക്കെ. സവാദിക്ക. How much? 1. ഫുഡ് മേടിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മെമ്മറി കാർഡ് ഫുള്ളായി പോയി. നമ്മളെ പിന്നെ ആക്ഷൻ ക്യാമറേൻ്റെ പിന്നെ ഞാൻ രണ്ടാമത് കുറച്ച് ഫയൽസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ കുറേ ആൾക്കാരെ കയ്യിലെ രസമായി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാം. ഇവിടെ ഫുള്ളാണല്ലോ. അങ്ങനെ 10:10 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറാൻ വേണ്ടി നിൽക്കുകയാണ്. സീറ്റ് നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവരെന്തിനാണ് ഇപ്പോൾ ക്യൂ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ക്യൂ ഒന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യില്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കയറാം. നമ്മൾ കാർ നമ്പർ 5, സീറ്റ് നമ്പർ 45ഉം 46ഉമാണ് കേട്ടോ. സോ ഗൈസ്, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു, മേലോട്ട് പോവാണ്. ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നില്ലേ? ഞാൻ ക്യാമറ ബാഗിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിതാ സ്റ്റെപ്പ് കയറി മേലോട്ട് പോകണം. സോ ഗൈസ്, ഈ കാണുന്നതാണ് ട്രെയിൻ സ്റ്റേഷൻ. കൊള്ളാം, എല്ലാം കറക്റ്റ് ആട്ടോ, പക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നുമില്ല. കാർ നമ്പർ 5. എടാ, റെസ്റ്റോറൻറ്റ് ഇതിനകത്ത് ഫുഡൊക്കെ കഴിക്കാൻ. ഗൈസ്, ഈ കാണുന്ന റെസ്റ്റോറൻ്റാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ചെക്ക് ചെയ്യാം. കിടിലൻ. 5 കാർ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, ഇതാണ് നമ്മളിത് നെറ്റ് ലോക്കൽ. നമ്മളാണ് നെറ്റ് ലോക്കൽ. യെസ്, സീറ്റ് നമ്പർ അറിയില്ല.
അതാത് നമ്മളെ സീറ്റ് കേട്ടോ ഇതിലുണ്ട് 45 and 46. കയറി ഇരുന്നു മാറി. സോ ഗൈസ്, ഇത് നമ്മളെ ഓപ്പോസിറ്റ് ഉള്ള സീറ്റ്, ഇത് ഞങ്ങളുടെ സീറ്റ് 45 and 46. വ്യൂ ഔട്ട് സൈഡ് കാണാൻ വേണ്ടി പറ്റും, ഇപ്പം കാണാൻ പറ്റില്ല. നമുക്കിത് അടച്ചിടാൻ പറ്റുമോ? ഭാഗ്യക്കേടാന്ന് തോന്നുന്നു. ഇത് പൊന്തിക്കാൻ പറ്റും തോന്നുന്നു. നമുക്ക് പൊന്തിക്കാൻ പറ്റും നോക്കാം. എന്തായാലും ഇത് മേലോട്ടിട്ട് ഉയ്യോ 1 2 3 ഇവിടെ മാത്രം ഫാനില്ല ഗൈസ്. പുള്ളി സ്ട്രോങ്, പുള്ളി നല്ല സ്ട്രോങ് ആളാണ്. അടിപ്പാരത്തി മേലോട്ടേക്ക് തന്നുണ്ട്. ലെറ്റ്സ് ഗോ. ചങ്മൈ എല്ലാവരും ചങ്മൈക്കാൻ തോന്നുന്നു. നമ്മളും 14 മണിക്കൂർ ഈ ട്രെയിനിനകത്തിരിക്കണം ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാകും. കറക്റ്റ് 10:30 ആയപ്പോൾ നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇതാ നല്ല രസമുണ്ട്. എനിക്ക് വയ്യ ഗൈസ്. 735 കിലോമീറ്ററാണ് ബാങ്കോക്ക് എന്നുള്ളത്. കാറിലാണെങ്കിൽ 11.5 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ട്രെയിനിൽ ഇതൊരു വൺ ഓഫ് ദി ടഫസ്റ്റ് റൈഡ് ആയിരിക്കില്ലേ? അല്ല, എത്രയോ പേര് നമ്മളെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിമ്പിളാണ്. പക്ഷേ ഇതിൽ കിടക്കാൻ സൗകര്യമില്ല. അതിലൊരു അവസരം കിട്ടിയപ്പോൾ കിടക്കാം. പക്ഷേ അങ്ങനെ ഒരു അവസരം അതിൽ കിട്ടൂല അല്ലേ? രാത്രി ചിലപ്പോൾ പുള്ളിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഇരിക്കാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പം ബൈ ബൈ ബാങ്കോക്ക്, ടാറ്റാ, ബൈ ബൈ. ഇതാണ് വെള്ളം കൊണ്ട് വരുന്ന ചേച്ചി. ഫുള്ള് പോലീസുകാരാണ് ട്രെയിനിൽ. നമ്മളിതാ മെട്രോനെ ക്രോസ് ചെയ്തു. മെട്രോ ട്രെയിനെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കലുണ്ടാവില്ല, ഭയങ്കര ഒച്ചപ്പാടാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കൈ പിടിക്കട്ടെ. ടിക്കറ്റ് ചെക്കറിന് കാണിക്കണം. ചെക്കർ നിർത്തും, ചങ്ങായിക്കും. ടിക്കറ്റിലിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ടയേർഡായി ഗൈസ്. സമയം ഇപ്പം 12:30 ആയിട്ടുള്ളൂ. ബട്ട് 12:15 ടയേർഡായി. ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു ജേണി എടുക്കണം എന്നുള്ളത്. കാരണം കുറേ അധികം നമുക്ക് പോകാനുണ്ട്. ഇതിപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം 4-മത്തെയോ 3-മത്തെ അങ്ങനെ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ്. ലിറ്ററലി ടയേർഡ് ഗൈസ്. ഇനിയും മണിക്കൂറുകൾ പോകാൻ കിടക്കുന്നു. ലെറ്റ്സ് സീ. ഹായ്, നേരം വെളുത്തിരിക്കുകയാണ് ഗൈസ്. വെളുത്തിട്ട് കാര്യമില്ല. നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമ്മളിതുവരെ ഉറങ്ങിയിട്ടില്ല. കാർമേഘങ്ങൾ മൂടിയ ഒരു ദിവസത്തിലോട്ടാണ് നമ്മൾ എണീറ്റ് വന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അത്?
നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇത് മറ്റേ നമ്മുടെ കൂട്ടത്തെ സീറ്റായിരുന്നെങ്കിൽ പിന്നെ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. തികയത്തില്ല, ചൂടിയാൽ കിടക്കണം. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ സീറ്റ്. ഉറങ്ങാനും പറ്റൂല, എന്നിട്ട് ഇരിക്കാനും പറ്റൂല. എങ്ങനെയൊക്കെയോ തള്ളി നിൽക്കുകയാണ്. ഇപ്പോൾ 7 മണി, തിരക്കൊന്നുമില്ലായിരുന്നു. ഇനി നമുക്ക് കുറേ ദൂരം പോവാനുണ്ട് ഗൈസ്. 11:40 എത്തണം. 5 മണിക്കൂർ അവിടെ പോവാ, റൂം എടുക്കുക, ഉറങ്ങുക. വൈകിട്ടോ എണീക്കുന്നില്ല, കിടന്നുറങ്ങും. അയ്യോ, എന്തായാലും രസമുണ്ട്. ട്രെയിനിലൊന്നും ഇപ്പോൾ ഒരു കുഞ്ഞുമില്ല, ഞങ്ങളും കുറച്ച് പേരുള്ളൂ. ഇങ്ങനെ ചാങ്മായി വരെ ഒന്ന് യാത്ര ചെയ്യുന്ന ഒരു ചുരുക്കമുള്ളു, സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ. Let's go guys. അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ സ്ലീപ്പറോ അല്ലെങ്കിൽ അതിനുണ്ട്, അതിനകത്തായിരിക്കും. ഇതിനകത്ത് കുറച്ച് പേരെ വരുത്തുള്ളൂ. അതാ ട്രെയിൻ വീണ്ടും ഓടി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എനർജി ഒന്നും ഇല്ല, അതാണ് സൗണ്ടൊന്നും ഇല്ലാത്ത കേട്ടോ. നമുക്ക് പോകാം. ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അബിക്ക് ഞങ്ങളെ പണ്ടത്തെ ഓൾ ഇന്ത്യ റൈഡ് മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കാരണം അരുണാചൽ പ്രദേശൊക്കെ ആയിട്ട് വളരെ സാമ്യം. പക്കാ ഗ്രാമങ്ങൾ ഗൈസ്, പക്കാ ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ഇതിനും അടിപൊളിയാണ്. നല്ല ഭംഗി, കോട, പിന്നെ പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയോടുകൂടി കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വണ്ടിയായിട്ട് പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. കറക്റ്റ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തായ്ലാൻഡിൻ്റെ ഈ ഒരു ഏരിയ. നാഗാലാൻഡ്, തായ്ലാൻഡ് ശരിയാണല്ലോ അല്ലേ? ആളുകൾ ഏകദേശം അതുപോലെ തന്നെ. ആൾക്കാരെ കാണാനും എല്ലാം എന്തൊരു ഭംഗിയാണ്, കാഴ്ചകളൊക്കെ എന്തൊരു രസമാണ് ഗൈസ്. പച്ചപ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഒരു മനുഷ്യന്മാരെ കാണാനില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 ആൾക്കാരെ കാണാനേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാം അടിപൊളി. ഈ ട്രെയിനിൽ ആരുമില്ല, നമ്മളും കുറച്ച് പേരുള്ളൂ കേട്ടോ ഗൈസ്. അതൊക്കെ ഇപ്പോൾ വീടുകളൊക്കെ നോക്ക് ഗൈസ്, കറക്റ്റ് പക്കായിട്ടൊരു ത്രികോണ ഷേപ്പിലൊക്കെ ആയിട്ടാണ് വീടുകളൊക്കെ വരുന്നത്, അമ്പലങ്ങൾ. ഇതൊരു ബുദ്ധിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് എല്ലാം അങ്ങനെയാണ്. സമയം 9:20 ഞാൻ കഴിഞ്ഞ വട്ടം ചാങ്മായിന്ന് വന്നപ്പോൾ ഈ ഒരു സ്റ്റേഷൻ എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കണ്ടത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഇത്. നല്ല ഭംഗിയാണ് ഗൈസ് കാണാൻ. എന്തൊരു സോറിയോ, അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിലും രസമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ കൊണ്ടെടുക്കുന്ന ഒരു സ്റ്റേഷനാണ്. അപ്പുറത്തെ സൈഡും നല്ല ഭംഗിയോടുകൂടി ഇവർ കൊണ്ടെടുക്കുന്ന സ്റ്റേഷനാണ് ഈ കാണുന്നത്. ലാംപാങ് സ്റ്റേഷൻ. ഈ വട്ടം ഞാൻ കണ്ടപ്പോൾ എടുത്തതാണ്. ഇനി നമുക്ക് 2 മണിക്കൂറിന് മേലെ അങ്ങോട്ട് ഉണ്ട്. ഉറക്കം വന്ന് ഉറക്കമില്ലാണ്ടായില്ലേ ആ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോൾ. ഓപ്പോസിറ്റ് ലൈൻ അതാ ട്രെയിൻ വരുന്നു. ഞാൻ അന്ന് കയറിപ്പോയ ആ ട്രെയിൻ അതാ വരുന്നു. ആ ട്രെയിൻ വന്നാലേ ഈ ട്രെയിനിന് പോകാൻ പറ്റുള്ളൂ. അതിൽ സ്ലീപ്പറുണ്ട്, സിറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നുമില്ലല്ലോ. ഇത് ഞാൻ അന്ന് കയറിപ്പോയ ട്രെയിനല്ല. ഇവിടുത്തെ ട്രെയിനുകളെ പ്രശ്നം എന്താ അറിയോ, 1, 2, 3 ബോഗിയുള്ളൂ, കൂടുതലില്ല. നമ്മൾ ഈ പോണ ലോങ് ഡിസ്റ്റൻസിന് വെറും 5, 6 ബോഗിയുള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ ഒരു സ്ലീപ്പർ, അതിൽ ഒരു സ്ലീപ്പർ, ഒരു സിറ്റിങ്, ഒരു തേർഡ് ക്ലാസ്, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ വളരെ കുറവായിരിക്കും.
അപ്പം നമുക്ക് ഇതിരുന്ന് പോകാനും സ്ഥലവും ഇല്ല, സ്ലീപ്പറിന് ടിക്കറ്റും കിട്ടത്തില്ല, അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മളെ ട്രെയിൻ ഇതാ പോകാനായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതെടുത്തിട്ട് പോവാം. ഇതുകൊണ്ടാണല്ലേ ഈ ട്രെയിൻ നേരം വെക്കുന്നത്. കുറേ സ്ഥലത്ത് പിടിച്ചിടുന്നതുകൊണ്ടാണ് ഈ ട്രെയിൻ നേരം വെക്കുന്നത്. ഇനിയും 3 മണിക്കൂർ എടുക്കും. സമയം കാണിക്കുന്നു 9:30. ഇല്ല, 11:40 എത്തുന്നാണ് പറഞ്ഞു. അതെത്തും. ടൈമിന് വ്യത്യാസമില്ല. 9:40 ആയില്ലേ, 10:40, 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ട്രെയിൻ ഇനി ഇനി 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി പറക്കും വേണ്ടി. ഇനി ഇവിടുന്ന് നോൺ സ്റ്റോപ്പ് പറക്കലായിരിക്കും കേട്ടോ. ചാങ്മായ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ട്രെയിൻ ഇത്രയും നേരം മുന്നോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നിർത്തിയിട്ടതിന് ശേഷം ഇപ്പോൾ അത് പുറകോട്ടാണ് പോകുന്നത് ഗൈസ്. ട്രെയിൻ ബാക്കോട്ട് പോകുന്നു ഗൈസ്. എൻജിൻ മുന്നിലും ട്രെയിൻ പോകുന്നത് ബാക്കോട്ടും. മാവലസ്. അതെന്തായിരിക്കും റീസൺ? ഒന്നാമത്തെ ഒറ്റ ഇതേ ഉള്ളൂ, എന്ത് പാളമുള്ളൂ ഇവിടെ ട്രാക്ക്. എൻജിൻ ഫ്രണ്ടിലാണ് ഗൈസ്. അങ്ങനെ പോകാൻ പറ്റും. വണ്ടിക്ക് റിവേഴ്സ് ഗിയർ വെച്ചിട്ട് എത്ര വേണമെങ്കിലും വെക്കോട്ട് പോകാൻ പറ്റും. പറ്റായിരിക്കും. കണ്ടോ? എൻ്റെ അമ്മു, വലിയ കൊക്ക, പേടിയാവും. ഗൈസ്, 11:40 എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 12 മണിയായി. ഞങ്ങൾ ഇപ്പോഴും നടുറോട്ടിലാണ്. ഇനി എത്തണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കണം? 1 മണിക്കൂർ എടുക്കും. ഇനി 1 മണിക്കൂർ എടുക്കും. ആദ്യമായിട്ടാണ് തായ്ലാൻഡിൽ ട്രെയിൻ കയറിയിട്ട് നേരം വൈകുന്നത്. ഞങ്ങൾക്ക് ഇന്ന് കണ്ടകശനി ആയതുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ തിരിച്ചും പുറകിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ടൈം എടുക്കും. ഈ സ്റ്റേഷൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ വട്ടം ഇവിടെ നിർത്തി ഓപ്പോസിറ്റിലെ ട്രെയിൻ വന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഭയങ്കര രസമായിരുന്നു. എന്താണ് കുൻറ്റാൻ സ്റ്റേഷൻ ഗൈസ്. നല്ല ഗ്രാമങ്ങളൊക്കെ ഉള്ള കിടിലൻ സ്റ്റേഷൻ. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ കയറുന്നുണ്ട്. ഇത് നല്ല സ്റ്റേഷൻ, നല്ല സ്ഥലം തോന്നുന്നു, കറങ്ങാൻ പറ്റിയ. സമയം ഇപ്പോൾ 12:30 നമ്മളെവിടെ എത്തിയിട്ടില്ല. നമ്മൾ ഓരോ കൃഷിപ്പാടങ്ങളും ഓരോ വില്ലേജുകളും താണ്ടി നമ്മളെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ചില സ്ഥലത്തെത്തുമ്പോൾ നമ്മളിരിക്കും നോർത്ത് ഈസ്റ്റാണ്, ചില സ്ഥലം കാണുമ്പോൾ വിചാരിക്കും നമ്മൾ കേരളമാണ്. ഇപ്പോൾ ഒരു നോർത്ത് ഈസ്റ്റും കേരളവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്രകൃതി ഭംഗി. കറക്റ്റ് ഫുള്ള് വയൽ ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ, വയലൊക്കെ ആയിട്ട്. പിന്നെ ഒരു വീട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് അടുത്തൊരു വീട്. അങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുമല്ലോ, ആരുമില്ലാത്തൊരു ഗ്രാമത്തിൽ പോയിട്ട് ഒറ്റക്കൊരു വീടൊക്കെ ആയിട്ട് താമസിക്കണം എന്നുള്ള അതുപോലത്തെ ഒരു സെറ്റപ്പ്. നോക്കിയ വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകൾ കേട്ടോ. പിന്നെ അതുപോലെ ഷീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് പൈസക്കാർ വീടുണ്ട് കേട്ടോ. നല്ല അതും ആ വീടൊക്കെ കേരള ടച്ചുള്ള വീട്. മൊത്തത്തിൽ നല്ലൊരു പ്രകൃതി ഭംഗി. ഇങ്ങോട്ടുള്ള റോഡൊക്കെ നല്ല യൂറോപ്യൻ ടച്ച് റോഡ് പോലെയുണ്ട്. ഈ ഗ്രാമം ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുറേ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഗ്രാമം ഉണ്ടാവുക. അങ്ങനെ കൃത്യം 12:45 കഴിഞ്ഞപ്പോൾ നമ്മൾ ചാങ്മായിലെത്തിയിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, ഇത്രയും നേരം ഞാൻ പറഞ്ഞ് ഇന്ത്യൻ ട്രെയിനിൻ്റെ മാതിരി ഒന്നല്ല, ഒരു നല്ല സർവീസാണ്, നേരം വൈകത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നേരം വൈകിപ്പോയി ഗൈസ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചാറ്റൽ മഴയാണ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ കേട്ടോ, ദിസ് വൺ. അപ്പോൾ നമ്മളെ ചെറുക്കൻ എന്താ വരുന്നു. 14 മണിക്കൂർ എന്നുള്ളത് നമ്മളൊരു 16 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. എന്തായാലും സീനായിട്ട് ഗൈസ്. സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരും സീൻ. എങ്ങനെയൊക്കെയോ നമ്മളെ
ഫൈനലി ചാങ്മായി എത്തി. ഇനി നമ്മളെ റൂമിലോട്ട് പോകണം. നെറ്റ് ഉണ്ടോ? നെറ്റല്ല, റേഞ്ച് ഉണ്ടോ? ഫോണിൽ റേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. റേഞ്ചല്ല, ചാർജ്. സോറി ഗൈസ്, ചാർജ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. 12%. നമ്മുടെ റൂമിലോട്ട് എത്ര ദൂരം ഉണ്ട് നോക്ക്. അങ്ങനെ വെൽക്കം ടു ചാങ്മായി, ദ നോർത്ത് പാർട്ട് ഓഫ് തായ്ലാൻഡ്. ഞാൻ ഇന്നലെ മേടിച്ച തൊപ്പിയാ. എങ്ങനെയുണ്ട് ഗൈസ്? കിട്ടില്ല തൊപ്പിയല്ലേ ഗൈസ്? സോ ഗൈസ്, നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്ത് ബുക്ക് ചെയ്യണം? ബോൾട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ ചാങ്മായി റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ഇവിടുന്ന് കയറിപ്പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഗൈസ്. സീനായിരുന്നു അന്ന് പല്ലുവേന പിടിച്ചിട്ട്. അപ്പം ഇത്തവണ പല്ലുവേനൊന്നും വരല്ലേ എന്ന് ആലോചിച്ചിട്ട് ഇത്തവണ ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു പല്ലുവേന ഉണ്ട് ഗൈസ്. വൺ കോമഡി. നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമുക്ക് നമ്മളെ ഹോസ്റ്റലിലോട്ടുള്ള എന്തിടണം? ബോൾട്ട് ബൈക്ക് ടാക്സി. ഡോസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ് ഞങ്ങൾ താമസം. മുൻകൂട്ടി ബുക്ക് ചെയ്താണ്. അപ്പം ഇവിടുന്ന് കയറിയിട്ട് പോയാൽ മതി. സോ ഗൈസ്, ഇതാണ് നമ്മളെ ചാങ്മായിൻ്റെ ഫസ്റ്റ് ലുക്ക്. നല്ല മഴക്കാറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ഹോട്ടലിലോട്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല, നോക്കാം. ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളെ ബൈക്ക് ടാക്സി ഇപ്പോൾ വരും. പുള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറിപ്പോകും. താങ്ക് യു. സോ ഗൈസ്, അബി എത്തിയിട്ടില്ല. നമ്മൾ ഹോസ്റ്റൽ ഇവിടെയാണ് ബുക്ക് ചെയ്തത്. 2 കൊല്ലം മുന്നേ ഞാൻ നിന്ന സെയിം ഹോസ്റ്റൽ ഗൈസ്. സെയിം പപ്പി സെയിം. അവർക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുന്നു. നോ ഐഡിയ. ഹലോ, how are you? I have a booking here. 2 people. Yeah. Yasin. Yeah. My friend is coming. My passport is with me. We can check in right now. It's fine. Room is available. Now check in. Okay. Okay. Oh, thank you. Kapanga. Here's your bed. Okay. It's key. Or scan at the door. Okay. Thank you. Thank you. ഇതാണ് നമ്മളെ റൂം. ഇതെൻ്റെ ബെഡ്. നേരെ ഓൻ്റെ ബെഡ്. ബാൽക്കണി ഉണ്ടല്ലയോ? കിട്ടിയില്ല മാറി. പകല് ബാൽക്കണിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. ഞങ്ങൾ ടോട്ടലി ടയേർഡാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കണം. AC വൈകിട്ടേ ഇടുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ ഈ ബെഡിലാരും ഉണ്ട് തോന്നുന്നു. ഓക്കെ, ഒന്ന് കുളിച്ച് കുട്ടപ്പനായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ്. നമ്മൾ ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസാണ് വന്നത്. അതിൻ്റെ കൂടെ സൂപ്പ് ഫ്രീ ഉണ്ട്. ഇതെനിക്ക് അന്ന് ഓർമ്മയുണ്ട്, ഞാൻ സൂപ്പ് കുടിച്ചത്. ഇനി ഫുഡ് വരട്ടെ കേട്ടോ. ഇതാണ് നമ്മളെ ഹോട്ടൽ. സ്പൂൺ തന്നെ. ഓക്കെ. സോ ഗൈസ്, ഫുഡ് വന്നിട്ടുണ്ട്. റൈസ്, ചിക്കൻ, കുക്കുംബർ ആൻഡ് സൂപ്പ് ആൻഡ് ദിസ് ഈസ് സോസ്. ഫുള്ള് ടയേർഡായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഭക്ഷണം കഴിക്കട്ടെ. 2 വർഷം മുന്നേ ഈ സെയിം കടയിൽ വന്നിട്ട് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 25 ബാത്തായിരുന്നു. പിന്നെ 45 ബാത്തായിട്ട് വില കൂടിയിരിക്കാൻ. അന്ന് ഈ ഒരു 10 മാത്രമാണ്. ഈ ഒരു സെക്ഷനില്ലേ, ഈ ഒരു സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പുള്ളിക്ക് കാണിച്ചെടുത്ത്
2 കൊല്ലം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 2024 ഫെബ്രുവരിയിൽ എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ആ സമയത്ത് എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ ഇനി 2 കൊല്ലം കഴിഞ്ഞ് പുള്ളിനെ വീണ്ടും കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് നിന്ന് അതേ ഹോസ്റ്റലിലാണ് നിന്നത്. അന്ന് നിന്ന് അതേ സ്ഥലത്താണ് പോയി ഭക്ഷണം അങ്ങോട്ട് കാണിച്ചിട്ട് കാര്യമില്ല, സൗണ്ടില്ല, മൈക്കില്ല. അന്ന് നിന്ന് അതേ സ്ഥലത്താണ് ഞാൻ പോയി ഭക്ഷണം കഴിച്ചത്. മെമ്മറീസ് ഗൈസ്. രാത്രിയായി, ഒരു 8-8:30 കാണും. അപ്പോൾ ഞങ്ങൾ വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശക്കുന്നില്ല, എന്നാൽ പുറത്തൊന്ന് ഇറങ്ങണം. ഇത്രയും നേരം ഇവിടെ മഴയായിരുന്നു. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കൂളാവാം. ഉറക്കക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഞാനൊരു 1.5 മണിക്കൂർ ഉറങ്ങി കാണും. നീയോ? ഞാൻ അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സിക്ക് ഫീല്, ഒരു പനിക്കുന്ന ഫീല്. ഉറക്കം കിട്ടാത്ത അതാണ്. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴാണ്. സോ ഞങ്ങൾ ഇങ്ങോട്ട് തപ്പി പിടിച്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ ഗ്രാമങ്ങളിലോട്ടൊക്കെ പോയി എൻജോയ് ചെയ്ത് വരണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടുന്ന് ഒരു ബൈക്ക് റെൻറ്റിനൊക്കെ എടുത്തിട്ട്. പക്ഷേ മഴ കാരണം എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മൾ പോവും. ബൈക്ക് റെൻറ്റിനില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേന നമ്മൾ കുറേ സ്ഥലത്ത് പോകും. നമ്മളിപ്പോൾ ചാങ്മായിൽ 2 ഡേയ്സാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്നും നാളെയും, മറ്റന്നാൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നാളെ ഇവിടെ ഒരു ബൈക്ക് റെൻറ്റിനെടുത്ത് ഇവിടെ ഒന്ന് കറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. സോ ഗൈസ്, നമ്മളിതാ പുറത്തിറങ്ങി വന്നു. കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടുന്ന് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചപ്പോഴാണ് എനിക്ക് പല്ലുവേദന തുടങ്ങിയത്. സോ ദിസ് ടൈം ഞാൻ കുറച്ച് പേടിച്ചുകൊണ്ടാണ് എന്തും കഴിക്കാൻ പോകുന്നത്. ഓ ഗൈസ്, ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എടാ നിനക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു വയ്ക്കട്ടെ? ഓക്കെ, അതാ ഓക്കെ. ഹലോ, സവാദിക്ക 1. ഇത് ഫസ്റ്റ് ടൈം അല്ലേ? തായ്ലാൻഡ് വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് മാംഗോ വിത്ത് സ്റ്റിക്കി റൈസ്. 50 ബാത്ത്. പൈസ കൊടു. വട്ടം ഇതേപോലെ മേടിച്ച് അങ്ങനെ ആകും. പറയുന്നുണ്ട് എനിക്ക് പല്ലുവേദന, വീണ്ടും പല്ലുവേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പം അറിയില്ല, എന്തെങ്കിലും ട്രൈ ചെയ്തപ്പോൾ ആദ്യമായിട്ട് ട്രൈ കരോ. ആ സെയിം സ്പോട്ട്. അതൊന്നും എടുക്കണ്ട. സ്റ്റിക്കി റൈസ് എടുത്തോ, അത് എക്സ്ട്രയാണ്. അതൊന്നും എടുക്കണ്ട, അതിലുള്ളത് കഴിച്ചാൽ മതി. അതേ കഴിക്കൂ. ലൈറ്റ് കുറച്ച് കുറവുണ്ട്, ഞാൻ ലൈറ്റ് അടിച്ചതാ. തുറക്കട്ടെ? തുറക്കൂ. This is mango sticky rice. ആദ്യം ടേസ്റ്റ് മനസ്സിലാവാൻ. Let's try. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അതായത് നല്ലൊരു വെറൈറ്റി സാധനം. മാംഗോ ആണ് ടേസ്റ്റ്. ആ റൈസും കൊള്ളാം. ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ നല്ല രസമുണ്ട്. റൈസിനകത്ത് മധുരമാണ് അല്ലേ? ആ, ലേശം ഒരു മധുരമൊക്കെ ഉണ്ട്. അല്ല, മാങ്ങയാണല്ലോ മധുരം. ഒലക്ക. സോ ഗൈസ്, റൈസ് കഴിക്കണം. ഈ മാങ്ങ ഉണ്ടല്ലോ ഗൈസ്, ഞാനൊരു കാര്യം ചെയ്യാം. ആദ്യം കുറച്ച് ചോറെടുത്ത് ബെസ്റ്റ് ഗൈസ്, ബെസ്റ്റ്. മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ സ്റ്റിക്കി റൈസിന് നെയ്ച്ചോറിൻ്റെ ചോയ. ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗൈസ്. വിച്ച് വൺ ഈസ് ബെസ്റ്റ്? มันจะมีเป็นกลุ่มนี้เราจะมี passion fruit sour little Good. bit. Okay, one. Mango, pineapple and passion fruit. Okay, one. No sugar, no? No sugar. Okay, okay. No, fine guys.
സോ ഗൈസ് ബാങ്കോക്കിൽ നിന്ന് ഇവിടെ വന്നപ്പം ഇവിടെ 25 ബാത്ത്, ബാങ്കോക്കിൽ 50 ബാത്ത് ഗൈസ്. ഭയങ്കര റേറ്റ് വ്യത്യാസം. എടാ നിനക്ക് സ്മൂത്തി വേണോ അബി? സ്മൂത്തി. അപ്പോൾ ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരി അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. മാംഗോ ഉണ്ട്, മാംഗോ, ബനാന, അവക്കാഡോ മാത്രം, പൈനാപ്പിൾ മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, ലെമൺ മാംഗോ, പാഷൻ ഫ്രൂട്ട് മാംഗോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പാഷൻ ഫ്രൂട്ടും മാംഗോയും പിന്നെ പൈനാപ്പിളും 3 മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് പറഞ്ഞതെന്നാണ് എനിക്ക് ഓർമ്മ. അപ്പം സംഗതി ഇവിടെ ഫ്രഷ് ഫ്രൂട്ട്സിന് 10 ബാത്തുള്ളൂ. ഗുഡ് ഷോപ്പ്, ഗുഡ് ടു ഈറ്റ്. 10 ബാത്ത് എന്ന് പറഞ്ഞാൽ 30 രൂപ ഇതൊക്കെ കിട്ടും ഇങ്ങനത്തെ ഫ്രഷ് ഫ്രൂട്ട്സ്. വളരെ ചീപ്പ്. എടാ എന്തൊരു ചീപ്പാന്ന് നോക്ക്, 25 ബാത്ത്. ഇല്ലല്ലോ, അല്ല എത്ര വലിയ ഗ്ലാസ് ആണെന്ന് നോക്കാം. ചെറുതായിരിക്കും ആണോ? മറ്റേ നമ്മുടെ അവിടുത്തെ കിട്ടുന്ന അത്രയും കാണത്തില്ലായിരിക്കും. എന്തായാലും ഓക്കെ അല്ലേ? ഇറ്റ്സ് ഗുഡ് ഗൈസ്. അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ടേസ്റ്റ്. ലിറ്റിൽ ബിറ്റ് ഷുഗർ. Sour little bit. യെസ് യെസ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് ഷുഗർ ഇടണമെന്ന് ചോദിച്ചു. ഞാനിത് നിനക്ക് വേണോ? നിനക്ക് ഇത് വേണോ? അവക്കാഡോ മാംഗോയും. ഞാനിതാ പറഞ്ഞേ, ഫാഷൻ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അപ്പോൾ പുള്ളിക്കാരി കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. ടേസ്റ്റ് ഒരു ഓക്കെ കേട്ടോ. നമ്മൾ ഫൈനലി തിരിച്ച് റൂമിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ, കിടിലൻ ഹോസ്റ്റലാണ്. ദോസ് അല്ലേ? ദോസ് ഹോസ്റ്റൽ എന്നാണ് ഇതിൻ്റെ പേര്. DOZE ഹോസ്റ്റൽ. മെയിൻ ടൗണിൻ്റെ നടക്ക് തന്നെയാണ്. അപ്പം ഇന്നൊരു ഹെക്റ്റിക് ഡേ ആയിരുന്നു. ഇന്നലെ തുടങ്ങിയതാ. സോ ഞങ്ങൾ ഫുള്ളി ടയേർഡാണ്. അപ്പം ഞങ്ങൾ എന്താക്കുകയാണ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങട്ടെ. നാളെ ഒരുപാട് പരിപാടിയുണ്ട്. യെസ്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ. ബാങ്കോക്ക് ടു ചിangmai ആൻഡ് ചിangmai വിശേഷങ്ങളായിട്ടൊക്കെ വരാം.